പഞ്ചേന്ദ്രിയങ്ങൾ വിഷയവസ്തുക്കളിലേക്ക് ബഹിർഗമിച്ചു കൊണ്ടിരിക്കുകയും വിഷയവസ്തുക്കളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്ന പ്രകൃതി വസ്തുക്കളെ ആസ്വദിക്കുക എന്നതാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ലൗകികമായ സ്വഭാവം എന്ന വേദാന്ത തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഈ സങ്കല്പം. അങ്ങനെ അതിൻ്റെ ദാർശനികമായ അർത്ഥം, അങ്ങനെ അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം, ഈ അർത്ഥവുമുണ്ട്. അപ്പോൾ അത് പ്രതീകമായിട്ട് മാറും. പാഞ്ചാലി എന്നത് എന്താണ്? വിഷയവസ്തു സംഘാതമാണ്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം തരുന്ന പ്രകൃതിയിലെ സുന്ദര വസ്തുക്കളുടെ ഏകത്ര കേന്ദ്രീകൃതമായ ഘനീഭൂത അവസ്ഥയാണ്. സംഗീതത്തിൻ്റെ ഗുണവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും, കാഴ്ചയുടെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും, സ്പർശത്തിൻ്റെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും, ഗന്ധത്തിൻ്റെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും. മൂക്കിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണല്ലോ മൂക്ക്. അതിനാണ് സുഗന്ധമുള്ളവളാണെന്ന് പറഞ്ഞു വെച്ചത് നേരത്തെ തന്നെ. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കിട്ടേണ്ടുന്ന എല്ലാ സുഖങ്ങളും കിട്ടുന്ന വസ്തുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു പാഞ്ചാലിയെ. അപ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ ലോകജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയാമോദകരമായ ഒരു വ്യായാമമാണ് മനുഷ്യൻ്റെ ജീവിതം. അങ്ങനെയല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ഇത് പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് പാഞ്ചാലിയിലുള്ള വിഷയസുഖങ്ങളിലുള്ള ആസക്തി നശിക്കണം. ആ ആസക്തിയുടെ നാശത്തിലേക്ക് കഥയെ പിന്നീട് നയിച്ചു കൊണ്ടുപോകും. അതാണ് മഹാപ്രസ്ഥാനത്തിൽ പാഞ്ചാലി വീണു എന്ന് പറഞ്ഞിട്ട് ധർമ്മോത്തർ തിരിഞ്ഞു നോക്കാതെയും കേൾക്കാത്ത പോലെയും നടന്നു പോകുന്നത്. ഭീമൻ മാത്രമേ അപ്പോഴും പാഞ്ചാലിയെ കോരിയെടുക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അതങ്ങോട്ട് നമ്മൾ പിന്നീട് പോകും. അപ്പോൾ ഈ അർത്ഥവുമുണ്ട്, ഈ ഫിലോസോഫിക് മീനിങ് ഉണ്ട് അതിന്, ഈ വേദാന്തപരമായ അർത്ഥം അതിൻ്റെ പിന്നിൽ നിൽക്കുന്നു. ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ ഒന്നിച്ചു വരത്തക്ക വിധത്തിൽ പാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും കാവ്യാത്മകമായും കലാത്മകമായും ദാർശനികമായും അതീതശാസ്ത്രപരമായും ആധ്യാത്മികമായും ബന്ധിപ്പിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ലൗകികമായ അർത്ഥങ്ങളുണ്ട്, സോഷ്യോളജിക്കൽ മീനിങ് ഉണ്ട്, പൊളിറ്റിക്കൽ മീനിങ് ഉണ്ട്. കാരണം രാജാവിൻ്റെ കുടുംബം ഛിദ്രമെന്ന് പോകാൻ പാടില്ല. അനേകം ഇപ്പോൾ അനിൽ അംബാനി കുടുംബം, രണ്ട് പെൺകിടാങ്ങൾ വന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണതല്ല. എന്തോ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഉയർന്നു വന്ന് അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കളാണ്. അങ്ങോരുടെ ഒരു കർമ്മവിഭവമുണ്ട്. അത് മക്കളുടെ ഭാര്യമാർ വന്നപ്പോൾ തമ്മിൽ തല്ലി കലഹിച്ചു. അതാണ് ഭാര്യമാർ വന്നാലുള്ള പ്രശ്നം. അപ്പോൾ അവിടെ ഒരു കുന്തിയാണ് ഉണ്ടായിരുന്നതെങ്കിലോ അത് നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതെ അത് പരിഹരിച്ച് കളഞ്ഞാനെ. ഈ അനിൽ അംബാനി എന്നല്ലേ മറ്റേ വിദ്വാൻ്റെ പേര്? ഈ കുടുംബം സ്ഥാപിച്ച, ഈ വ്യവസായ സാമ്രാജ്യം സ്ഥാപിച്ച ആളുടെ പേര് അനിൽ അംബാനി എന്നാണ്. ധീരുഭായ്, മകൻ്റെ പേരാണതല്ലേ. ധീരുഭായ് അംബാനിയുടെ ഭാര്യ ഒരു കുന്തിയായിരുന്നെങ്കിലോ ഈ മക്കൾ തമ്മിൽ കലഹിക്കില്ലായിരുന്നു. അപ്പോൾ കുന്തിയുടെ തീരുമാനത്തിൻ്റെ പിന്നിൽ എന്ത് മനഃശാസ്ത്രപരമായ വൈദഗ്ധ്യമുണ്ട് എന്നാലോചിച്ച് കുളിരണിഞ്ഞ് കള. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഈ തീരുമാനമാണ് കുന്തി എടുത്തത്. അപ്പോൾ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ ആസ് വെൽ ആസ് എ സോഷ്യോളജിക്കൽ ഡിസിഷൻ ആസ് വെൽ ആസ് എ ഡൊമസ്റ്റിക് ഡിസിഷൻ. കുടുംബത്തിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാനെടുത്ത ഒരു ഡൊമസ്റ്റിക് ഡിസിഷനാണ്. അല്ല, ഈ ഒരു രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ മാനുഷിക വികാരങ്ങൾക്കും മനുഷ്യത്വത്തിനും പ്രസക്തിയില്ലാതെ വരുന്നില്ലേ? ഇത് എന്ത് പ്രസക്തിയില്ലാതെ വരുന്നില്ലല്ലോ. അതിനാണ് പാഞ്ചാലിയെ വളരെ വിശദമായിട്ടൊരു വർണ്ണന വർണ്ണിച്ചിട്ടുണ്ട് വ്യാസൻ. മനുഷ്യവികാരങ്ങൾക്ക് പ്രസക്തിയില്ലാതെ വരുന്നില്ല. പിന്നെ ഇവർക്ക് ഈ അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ സ്വാധീനം ചെലുത്താത്ത തരത്തിലുള്ള മൈനർ ഭാര്യമാരുണ്ട്. ഈ മൈനർ ഇറിഗേഷൻ എന്നൊക്കെ പറയുന്നതുപോലെ എന്ന് പറയുന്നത് യുധിഷ്ഠിരൻ മാത്രമേ ഏകപത്നി വ്രതക്കാരനായി. യുധിഷ്ഠിരനെയും ഏകപത്നി എവിടെ ഇരിക്കുന്ന ഏകപത്നി ഒന്നുമില്ലല്ലോ അദ്ദേഹത്തിന്. അല്ല, പാഞ്ചാലി ഒരു പത്നി മാത്രം, അഞ്ചിലൊന്നല്ലേ ഉള്ളൂ. എവിടെ ഏകപത്നി? അഞ്ചിലൊന്ന് പത്നിയാണ്. അത്രേ ഉള്ളൂ. അഞ്ചിലൊന്ന് പത്നിയുമായിട്ട് ഇരിക്കുന്നത് എന്നത് ഇദ്ദേഹം മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു സ്ത്രീ കയറി അങ്ങ് വലിച്ചു കളഞ്ഞു. ഒരു സ്വയംവരത്തിൽ ചെന്നപ്പോൾ പാവം അവിടെ നിന്ന് വേർത്ത് കുളിച്ചു പോയി. സ്വയംവരത്തിലെ രാജകന്യ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലയിട്ട് എന്ത് ചെയ്യും? വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ ഒന്ന് പുല്ലും ഉണ്ടാക്കി നിന്ന് അങ്ങനെ ജീവിക്കുകയാണ് ആ ഭാര്യ. അവിടെ ഉണ്ട് അങ്ങനെ ഒരാൾ. ഇനി അങ്ങനെ ഇല്ലായിരുന്നു എന്ന് ധരിക്കരുത്. അങ്ങനെ ഒരാളുണ്ട്, പക്ഷേ കാര്യമൊന്നുമില്ല.
കാരണം ഇദ്ദേഹത്തിന് ബ്രഹ്മചര്യത്തോടാണ് താല്പര്യം, സന്യാസത്തോടാണ് താല്പര്യമേ. എങ്ങനത്തെ സന്യാസം? രാജാവ് സന്യാസി ആയിരിക്കണം എന്ന് പറയുന്ന സന്യാസമല്ല. ശരിക്കും പോയി നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് സന്യസിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ജന്മനാവുള്ളൊരു ആഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ വാസനയാണത്. പക്ഷേ മൂത്ത പുത്രനായിപ്പോയി, അതുകൊണ്ട് രാജ്യം കൈയേൽക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ നേരത്തെ ചർച്ച ചെയ്ത ധർമാധർമ്മ വിവേചനത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഈ ആശ്രമങ്ങളനുസരിച്ച്, ഇപ്പോൾ ഈ ബ്രഹ്മചര്യത്തിലാണ് താല്പര്യം എന്ന് പറഞ്ഞല്ലോ, ഈ ആശ്രമങ്ങളനുസരിച്ച് ധർമ്മം വ്യത്യസ്തമാവും. സന്യാസിയുടെ ധർമ്മം, ബ്രഹ്മചാരിയുടെ ധർമ്മം, ഗൃഹസ്ഥൻ്റെ ധർമ്മം വ്യത്യാസമുണ്ട്. സന്യാസിക്ക് ഇപ്പോൾ ഒരാൾ കൊല്ലാൻ വന്നാൽ ചേർത്ത് നിന്ന് കഴിയുന്നില്ല, കൊന്നോട്ടെ എന്ന് വിചാരിക്കാം. കാരണം സന്യാസിക്ക് പിന്നെ ഭൗതിക ജീവിതത്തിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കൊന്നോട്ടെ എന്ന് വിചാരിക്കാം. ഗാന്ധിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമല്ലേ ഇത്? അതായത് ഈ സന്യാസി സമൂഹത്തിൽ ഇടപെടണമെന്നും സന്യാസി ഒരർത്ഥത്തിലൊരു സാമൂഹ്യ ജീവിയാണെന്നും പറയുണ്ടായി. അതിന് വൈരുദ്ധ്യമൊന്നുമില്ല ഇതിനകത്ത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു സന്യാസിക്ക് ഇടപെടാൻ മനസ്സിലെന്നേ. അല്ല, സന്യാസിക്ക് മോക്ഷശാസ്ത്രം ഉപദേശിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ധർമ്മശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ മോക്ഷശാസ്ത്രം സമൂഹത്തിൽ നിന്നുകൊണ്ട് സമൂഹ സേവനം എന്ന് പറഞ്ഞാൽ മോക്ഷശാസ്ത്രം ഉപദേശിക്കുകയാണ്. സമൂഹത്തിൽ സന്യാസി ഉപദേശിക്കുന്ന മോക്ഷശാസ്ത്രമാണ്. മോക്ഷശാസ്ത്രത്തിന് പ്രജാപരിപാലനം നടത്തണം, പ്രജാപരിപാലനം നടത്തി മോക്ഷശാസ്ത്രം അനുസരിച്ച് പ്രജാപരിപാലനം നടത്തണം, പ്രജാപരിപാലനം നടത്തിയില്ലെങ്കിൽ പ്രജാപരിപാലനം നടത്തണമെന്ന് ഉപദേശിക്കാം. അത് മോക്ഷശാസ്ത്രത്തിന് വിരുദ്ധമല്ല. എന്താ മോക്ഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ? മോക്ഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിഷ്കാമനായിട്ട് കർമ്മം ചെയ്യുന്നതാണ് മോക്ഷം. അല്ല, സന്യാസിക്ക് അഥവാ ആചാര്യന് സമൂഹത്തിൽ ഒരു 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 തിരുത്തൽ പ്രക്രിയയുടെ ഉത്തരവാദിത്വമില്ലേ? ഒരു തിരുത്തൽ ശക്തിയായിട്ട് വർത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതാണ് സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കണം. സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നിഷ്കാമമായി സന്യാസി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നല്ല സന്യാസിമാരെ അങ്ങനെ വിവേകാനന്ദൻ എന്താ ചെയ്തത്? സ്വാമിക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നു, അദ്ദേഹം ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിർബന്ധിച്ച് പിടിച്ച് പെണ്ണ് കെട്ടിക്കാനൊക്കെ ഒക്കില്ല. വിവാഹം കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. വിവാഹം കഴിച്ചാൽ വേറെ ചില കുഴപ്പമുണ്ടാകും. അതിന് നിങ്ങളൊക്കെ ഒന്ന് മതിയാക്കിക്കേ എന്ന് പറയും ഭാര്യ. നിങ്ങൾ സന്യസിച്ച് ആ തലക്കെട്ടൊന്ന് അടിച്ച് അവളെ അടിച്ച് ദൂരക്കളയുന്നത് തലയെക്കെട്ട്, ഒരു തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്നേ എന്ന് പറയും. ആ പ്രശ്നം വരും. അപ്പോൾ അത് ചെറുത്തു നിൽക്കാനുള്ള ഒരു ധീരത ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്. പിന്നെ മിഷനുമുണ്ട്, വിവാഹം കഴിച്ചാൽ പോകുന്നിടത്തൊക്കെ ഭാര്യയും കൊണ്ടുപോകണം. മറ്റേ അദ്ദേഹത്തിൻ്റെ ആചാര്യന് ഭാര്യ ഉണ്ടായിരുന്നല്ലോ, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, രാമകൃഷ്ണദേവൻ സന്യാസി ആയിരുന്നില്ലല്ലോ. പിന്നെ ആരായിരുന്നു? രാമകൃഷ്ണദേവൻ ഗൃഹസ്ഥനായിരുന്നില്ലേ? സന്യാസി എന്നുള്ള ഈ സംഘടിത വ്യവസ്ഥാപിത സന്യാസി ആയിരുന്നില്ല. സന്യാസിയായിരുന്നു. അല്ല, ആ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. ഭാര്യയും കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മുടെ ആള് സന്യാസി തന്നെ. ഭാര്യ കൂട്ടത്തിലുണ്ടായിരുന്നു. വർഷം സന്യാസിയല്ലേ, ഭാര്യ ഉണ്ടായിരുന്നില്ലേ? അരുന്ധതി ഉണ്ടായിരുന്നില്ലേ? അരുന്ധതി ഉണ്ടായിരുന്നു മാത്രമല്ല, വേറെ ചിലർ അങ്ങിൽ നിന്ന് എനിക്ക് സന്തതി ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തതിയും ജനിപ്പിച്ചു കൊടുത്തു. അതിനൊന്നും കൂസലില്ല. നമ്മുടെ ഒരു ആധുനിക വിവക്ഷയിൽ സന്യാസി സമൂഹത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അത് സംഭവിക്കുക രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. സങ്കുചിതമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ഭാരതീയ കാഴ്ചപ്പാടിൽ, കാരണം നമുക്കിന്ന് നമ്മുടെ പാർലമെൻറ്റിൽ സന്യാസിമാരായ എം പിമാരുണ്ട്. ഇത് നമുക്കൊരു ഭാരതീയ വീക്ഷണത്തിൽ, ഭാരതീയ ദർശനത്തിന് നിരക്കുന്നതാണോ? സന്യാസി സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? സജീവ രാഷ്ട്രീയത്തിൽ സന്യാസിക്ക് ഇടപെടാം. കക്ഷി രാഷ്ട്രീയമായിരുന്നേ ഉള്ളൂ. സങ്കുചിതമായ രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടി ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഇടപെടാൻ പാടില്ല. പാർട്ടികളെല്ലാം ധർമ്മം പാലിക്കുന്നതിന് വേണ്ടി സന്യാസിക്ക് ഇടപെടാം. ഏത് പാർട്ടിയിലും ഇടപെടാം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് ഭരണം കിട്ടാൻ വേണ്ടി സന്യാസിമാർ കയറി കളിക്കുന്നത് ഭാരതം അനുശാസിക്കുന്ന കളിയല്ല. എല്ലാ പാർട്ടികളും ധർമ്മം പാലിച്ചുകൊണ്ട് പ്രജകളുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നതിനുണ്ട് സന്യാസിക്ക് ഇടപെടാം. അതാണ് സാമൂഹികമായ ഇടപെടൽ, സാംസ്കാരികമായ ഇടപെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായ ഇടപെടലുമാകാം. അതിങ്ങനെ ആവണം. അതുകൊണ്ടല്ലേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടാവണം, യഥാർത്ഥ സന്യാസിമാർ ആരാണ്? രാമനാണ് യഥാർത്ഥ സന്യാസി, കൃഷ്ണനാണ് യഥാർത്ഥ സന്യാസി. കാരണം രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ് അവർ, സമൂഹ ജീവിതത്തിൽ ഇടപെടുകയാണ്, സാംസ്കാരിക ജീവിതത്തിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിർദാക്ഷിണ്യമായി ഇടപെടുകയാണ്. എത്ര രാജാക്കന്മാർ കൊല്ലപ്പെട്ടു പോകുന്ന കർമ്മത്തിലാണ് കൃഷ്ണൻ ഇടപെട്ടത്, അർജുനൻ പിൻവാങ്ങിയിട്ടും. അത് രാഷ്ട്രീയമായ ഇടപെടലാണ്, നിഷ്ഠുരമായ ധാർമ്മികമായ ക്രൂരമായ ഇടപെടലാണ്. അധർമ്മത്തെ ഉച്ചാടനം ചെയ്യാൻ അങ്ങനെ ഇടപെടണം ഏത് സന്യാസിയും.
കൃഷ്ണനാണ് യഥാർത്ഥ സന്യാസി. കൃഷ്ണനാണ് യഥാർത്ഥ യോഗി. യോഗികൾക്കെല്ലാം നേതാവുമാണ്. അതാണ് യോഗീശ്വരൻ എന്ന് പറഞ്ഞ അർത്ഥം. രാമനും അങ്ങനെ തന്നെ. യോഗിമാരുടെ എല്ലാവരുടെയും ഈശ്വരനായില്ലെന്നേ ഉള്ളൂ. ധാർമ്മിക രാഷ്ട്രീയമാണ്. അപ്പോൾ ധാർമ്മിക രാഷ്ട്രീയത്തിന് വേണ്ടി, ധാർമ്മിക രാഷ്ട്രീയ പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടി അവരുടെ കർമ്മധീരതയുടെ സമസ്ത പൗരുഷവും ജനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഹോമിച്ചു കൊടുക്കണം. ആ ഇടപെടലാവാം. ആശ്രമം കെട്ടി ഇരിക്കുന്ന സന്യാസവുമുണ്ട്. ഒരു സന്യാസിക്ക് ഇങ്ങനെ ഇടപെടാൻ ഇഷ്ടമില്ലേ? അപ്പം നിർബന്ധിച്ചുകൊണ്ട് നടപടിക്കാൻ നോക്കുമോ? അല്ല, നമ്മുടെ രാജഗുരു എന്നുള്ള സങ്കല്പമില്ലേ, എല്ലാ രാജാക്കന്മാർക്കും ഉപദേശങ്ങൾ നൽകുന്നതിന് സന്യാസിയായ ഒരു ആചാര്യൻ ഗുരു ഉണ്ടായിരുന്നു പരമ്പരയ്ക്ക്. സന്യാസി ആയിരിക്കണം നിർബന്ധമില്ല. സന്യാസി ആയിരുന്നാൽ നന്ന് എന്നേ ഉള്ളൂ. ഇപ്പോൾ ചാണക്യൻ ഉപദേശകനായിരുന്നു, സന്യാസി ആയിരുന്നില്ലല്ലോ. സന്യാസിയുടെ ഇതുപോലെയുള്ള ജീവിതമായിരുന്നു. ഇത് രാജ്യതന്ത്രത്തെക്കുറിച്ചും മറ്റ് ദണ്ഡനീതിയെക്കുറിച്ചും ഒക്കെ പാണ്ഡിത്യമുണ്ടായിരുന്നാൽ മതി രാജാവിനെ ഉപദേശിക്കുന്നതിന്. രാജാവിന് ഇത്തരം കാര്യങ്ങൾ സംശയം വരുമ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കണം. ദണ്ഡനീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, രാജ്യതന്ത്രത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ച് കൊടുത്താൽ മതി. രാജാവിന് സൗകര്യമുണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ സ്വീകരിക്കില്ല. നമ്മുടെ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പോലെയുള്ളൂ. ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ എല്ലാ കമ്മീഷൻ റിപ്പോർട്ടുകളും എടുത്ത് ചോറ്റക്കളയും. അതുപോലെ ഉള്ളൂ രാജഗുരുവിൻ്റെ ഉപദേശം. പക്ഷെ എന്നാലും രാജഗുരു ഉണ്ടാകും. ആ രാജഗുരു എന്ന് പറയുന്നതല്ല യഥാർത്ഥ സന്യാസി. യഥാർത്ഥ സന്യാസി എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തെ ജനങ്ങൾക്ക് പണയം വെച്ച് കൊടുത്തവനാണ്. തൻ്റെ ജീവിതത്തെ ജനങ്ങൾക്ക് വിറ്റവനാണ്. സ്വന്തമായി ജീവിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് സ്വന്തമായിട്ടുള്ള ജീവിതം? ഈ തടി വീണു പോകാതിരിക്കാനുള്ള ഭക്ഷണം കഴിക്കും, അത്രയേ ഉള്ളൂ. രാമൻ അങ്ങനെ കഴിച്ചിരുന്നുള്ളൂ. വലിയ ഘോഷങ്ങളും വലിയ സദ്യകളും 10,000 ബ്രാഹ്മണർക്ക് സദ്യയുമൊക്കെ നിത്യം അവിടെ നടക്കും. 10,000-കണക്കിന് പശുവിനെ കറന്ന് പാലെടുക്കും. ഈ മിൽമ തുടങ്ങിയത് ആദ്യമായിട്ട് കൃത്യമായിട്ട് മിൽമ തുടങ്ങിയത് രാമനായിരുന്നു, പശുക്കളുടെ. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ കൃഷി മന്ത്രിയോ അല്ലെങ്കിൽ പാല് മന്ത്രിയോ ഉപ്പ് മന്ത്രിയോ മുളക് മന്ത്രിയോ മല്ലി മന്ത്രിയോ കടുക് മന്ത്രിയോ ഒന്നുമല്ല. വലിയ ഡയറിയാണ്. നോക്കത്താത്ത വിധത്തിലെ 4 ദിക്കുകളിലും ഡയറികൾ സ്ഥാപിച്ചിട്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പാല് കറന്നെടുക്കാം. തൻ്റെ വ്യക്തിഗതമായ വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നു കാനനവാസത്തിന് പോകുമ്പോൾ എന്നിങ്ങനെ പ്രസിദ്ധി വന്നു. അപ്പോൾ ധാരാളം ആളുകൾ, ദരിദ്രവാസികൾ വന്നു. ഒരു ബ്രാഹ്മണൻ, വൃദ്ധനായ ബ്രാഹ്മണൻ, ചെറിയ മുടന്തുകൊണ്ട് ഓടി എത്തിയപ്പോഴേക്കും ഇതെല്ലാം കൊടുത്തത് നമ്മുടെ ദ്രോണരെ പരശുരാമൻ്റെ അടുത്ത് ചെന്നില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഈ കഥ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം വാൽമീകിയുടെ ഈ രാമൻ്റെ ജീവിതത്തിലെ സംഭവം വർണ്ണിച്ചത് അത് ആസ്വദിച്ച ആസ്വാദനത്തിൻ്റെ അനുസ്മരണത്തിൽ നിന്നുകൊണ്ടായിരിക്കണം എന്തെഴുതിയത്. പരശുരാമൻ്റെ അടുത്തേക്ക് ദ്രോണൻ എന്ന് പറയുന്ന ദരിദ്രനായ ബ്രാഹ്മണൻ വസ്തുവകകൾ യാചിച്ച് വാങ്ങിക്കാൻ പോയത് വർണ്ണിച്ചിരിക്കുന്നത്. രാമൻ്റെ അടുത്തേക്ക് ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഫസ്റ്റ് നോക്കിയുണ്ട്, ജനങ്ങൾ കരയുന്നു, രാമൻ്റെ സുഹൃത്തുക്കൾ കരയുന്നു, കൊട്ടാരത്തിലെ ദാസിമാർ കരയുന്നു, പണിക്കാർ കരയുന്നു, മന്ത്രിമാർ കരയുന്നു, സേനാനായകന്മാർ കരയുന്നു, അംഗരക്ഷകന്മാർ കരയുന്നു, ദ്വാരപാലകന്മാർ കരയുന്നു. കരച്ചിലിൻ്റെ ബഹളം. അപ്പോഴാണ് ഇദ്ദേഹം വരുന്നത്. എല്ലായിടത്തേക്കും ഇങ്ങനെ ആ ദുരമൂത്ത കണ്ണുകൾ കൊണ്ട് നോക്കി ഇദ്ദേഹം. ലുബ്ധ, ദുര, കിട്ടാനുള്ള ആഗ്രഹം, അതിനെന്താ പറയുന്നത്, ലോഭം, ലിപ്സ, ലാത്വമിച്ഛ ലിപ്സ. കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ രാമൻ ചോദിച്ചു, എന്താ അങ്ങിങ്ങനെ അമ്പരന്ന് ഇങ്ങനെ നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് രാമൻ. മനസ്സിലായി. ദശരഥൻ്റെ പുത്രൻ, എനിക്കറിയാം. എന്താ ഇപ്പം അങ്ങ് ഇത്ര വളരെ വേർത്തൊലിച്ചല്ലോ? അത് ഞാൻ കുറച്ചൊന്ന് ഓടി, അതുകൊണ്ട് വലിച്ചതാണ്. എന്താ ഇപ്പം അങ്ങേക്ക് വേണ്ടത്? അല്ല, ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നു, കയ്യിലുള്ളതെല്ലാം ഇങ്ങനെ എല്ലാവർക്കും ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അയ്യോ, അതെല്ലാം കൊടുത്ത് തീർന്നു പോയല്ലോ. അങ്ങനെയാണോ? അപ്പോൾ എനിക്കൊന്നും കിട്ടില്ലേ? ഇല്ല, ഇനിയിപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഞാൻ കൊട്ടാരത്തിൻ്റെ വസ്തുക്കളെടുത്ത് തരേണ്ടി വരും. അതെടുക്കാൻ എനിക്ക് അധികാരമില്ല. അത് പണ്ട് മുതലേ, മനുവിൻ്റെ കാലം മുതലേ കൊട്ടാരത്തിലിരിക്കുന്നതാണ് പലതും. രഘുവിൻ്റെ കാലം മുതലും അജൻ്റെ കാലം മുതലും ഒക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ മുത്തശ്ശന്മാരുടെ എനിക്കതൊക്കെ അറിയാം, നിങ്ങളുടെ കഥയൊക്കെ എനിക്കറിയാം. എന്നാലും അങ്ങ് വിചാരിച്ചാൽ എനിക്ക് എൻ്റെ ദാരിദ്ര്യം മാറ്റത്തക്ക വിധത്തിൽ എന്തെങ്കിലും തരാൻ കഴിയുമല്ലോ, ഞാൻ വിചാരിച്ചാലോ? അതെ,
വിചാരിച്ചാൽ കഴിയും. എന്താ അങ്ങനെയൊക്കെ വേണ്ടത്? എന്ത് തരാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ രാമന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഈ മഹാ കൊതിയനാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ കാര്യം ചെയ്യാം, ചെറിയൊരു ചിരി. അപ്പോൾ രാമൻ ഈ കൃഷ്ണനെ പോലെ തുറന്നിരിക്കുന്ന ആളല്ല, ചെറിയൊരു ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരികയും എന്നിട്ട് പറയും, അങ്ങ് ഈ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ, അത് കുത്തുപിടിക്കാൻ ഉപയോഗിക്കുന്നില്ല, അതെ, ഈ വടി എത്ര ദൂരത്തിൽ എറിഞ്ഞിടാൻ സാധിക്കുമോ അത്രയും ദൂരത്തിൽ എറിഞ്ഞിട്ടിട്ട് ആ വടി പതിച്ചിടം മുതൽ ഇങ്ങോട്ടുള്ള എൻ്റെ ഗോശാലകളിലെ പശുക്കളെ മുഴുവൻ ഞാൻ തന്നേക്കാം എന്ന് പറയും. തരുമോ? തരാം, ഞാൻ വാക്ക് പറഞ്ഞില്ലേ, ഞാൻ തരും. അവസാനം വാക്ക് മാറരുത്, തരുന്നേ. അല്ല, അത് ധാരാളം പശുക്കൾ വരും, ആയിരക്കണക്കിന് പശുക്കൾ വരില്ലേ, വരും, അത്രയും തരുമോ? അത്രയും തരും. വിശ്വാസം വരുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ലല്ലോ. കൊടുത്ത ശീലമേ ഇല്ല. ഈ തൂമ്പയുടെ കഥ പറഞ്ഞതുപോലെയാണ്, ഇങ്ങോട്ട് വെട്ടി എടുക്കുക എന്നുള്ളതല്ലാതെ അങ്ങോട്ട് പോകുന്ന സമ്പ്രദായം തൂമ്പയ്ക്ക് ഇല്ലാത്തതുപോലെയാണ്. ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ തരും, വാക്ക് പറഞ്ഞിരിക്കുന്നു പറയും. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ കുഞ്ഞുകുടി വന്നിരുന്ന വിദ്വാൻ പരമാവധി അങ്ങ് നിവർന്ന് നിന്നു, അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നിവർന്നങ്ങ് നിന്നു. എന്നിട്ട് മുണ്ടഴിച്ച് ഒന്നുകൂടി മുറുക്കി ഉടുത്തു, എന്നിട്ടത് ഒന്നുകൂടി മുറുക്കി തട്ടുടുത്തു, എന്നിട്ട് നെളിഞ്ഞ് നിന്നിട്ട് പുറകോട്ട് പോയിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ഈ ഒളിമ്പിക്സിലും മറ്റും ഒരു സാധനം ഉണ്ടല്ലോ, എന്തായാലും ഒരു ജാവലിൻ, ഒളിമ്പിക്സിലും മറ്റും ജാവലിൻ എറിയുന്ന സ്പീഡിൽ വന്നിട്ട് ഓടി വന്നിട്ട് ഒരൊറ്റ എറിയാണ്. അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട്, വായു ഭഗവാനെ വേദനിപ്പിച്ചുകൊണ്ട് ഈ വടി അങ്ങ് പറന്നുപോയി. ദാനം ചെയ്യുന്നത് സന്യാസിയുടെ ഗുണമാണെങ്കിൽ കർണനും സന്യാസിയായിരുന്നില്ലേ? കർണൻ ദാനം ചെയ്തിരുന്നില്ലെന്നേ, ചെയ്തെന്ന് നിങ്ങൾ പറയല്ലേ. കർണൻ ദാനം ചെയ്തൊരു ഉദാഹരണമൊന്നും മഹാഭാരതത്തിലില്ല. ആകെ കൊടുത്തിരിക്കുന്നത് ഈ കവചവും കുണ്ടലവുമാണ്. എന്താ കൊടുത്തതെന്നറിയാമോ? ഈ വന്നവൻ കൊടുത്തില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നവനാണ് ഈ വന്നിരിക്കുന്നത്. ആ വസ്തു മനസ്സിലായിട്ടില്ല. മറ്റേ ഗുരുദക്ഷിണ കൊടുത്തതുപോലെയാണ്, വിരൽ മുറിച്ചങ്ങോട്ട് കൊടുത്ത് ചോദിച്ചപ്പോൾ തന്നെ കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? തലയും കൊണ്ട് തിരുവണ്ണൂർ പോകും. അല്ല, ഈ കവചകുണ്ടലങ്ങൾ മാത്രം ദാനം ചെയ്തു എന്നുള്ള പരാമർശേ കർണനെ പറ്റി ഉള്ളൂവെങ്കിൽ അത് മറ്റെല്ലാ ശരീരത്തിന്റെ ഒരു അവയവം വരെ മുറിച്ചു കൊടുക്കാൻ തയ്യാറായ മഹത്വം. അപ്പോൾ ഈ ചെറിയ നിസ്സാര ദാനങ്ങൾ അതിന്റെ മുൻപിൽ ഈ തയ്യാറായില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നവനാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നിരിക്കട്ടെ, അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകും, അപ്പോൾ തന്നെ വന്നോളഞ്ഞാലും. കാരണം അതീത ശക്തിയുള്ള ആൾ വന്നു നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവൻ വന്ന് ചോദിക്കും, കൊടുക്കരുതെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നു? സൂര്യൻ പറഞ്ഞിരിക്കുന്നു. വന്നിരിക്കുന്നത് ദേവേന്ദ്രനാണ്, വൃത്രാസുരനെ കൊന്നവനാണ് ഈ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അവൻ്റെ ശക്തി? അല്ലേ, അപ്പോൾ കർണൻ്റെ ഭീരത്വം കൊണ്ടാണ് അത് കൊടുത്തത്. പിന്നെ അല്ലാതെ ഇവൻ എന്തുകൊണ്ടാണ് കൊടുത്തത്? ഈ അർജുനന് ദയ തോന്നി എന്ന് പറഞ്ഞതുപോലെയാണ്. അർജുനൻ പിന്നീട് പറയുമല്ലോ, ഈ ആളുകളെയൊക്കെ കണ്ടിട്ട് എനിക്ക് ദയ തോന്നുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്ത് ദയ തോന്നി? ദയ തോന്നിയതിൻ്റെ ലക്ഷണം പറഞ്ഞത് കേട്ടാൽ ദയയല്ല തോന്നിയെന്നറിയാം. പേടിച്ച് പറിച്ചതാണ്. തൽക്കാലത്തേക്ക് പേടിച്ച് പറിച്ചു പോയി. ആൾ ധീരനൊക്കെ ആണ്, എന്നാലും തൽക്കാലത്തേക്ക് പേടിച്ച് പറിച്ചു. ഒരു പിന്നെ അപ്രത്യക്ഷമായ ഒരു ഭീതിയാൽ ബാധിക്കപ്പെട്ടതാണ്. അല്ല, അവിടെ ഭീതിയായിരുന്നു, ഒരു മോഹമായിരുന്നില്ലേ അർജുനൻ ഉണ്ടായിരുന്നത്? പേടിയെക്കാട്ടിലും അപ്പുറമായിട്ട് ഇവിടെ ഒരു മനസ്സിന്റെ ഒരു തരം മോഹമായിരുന്നില്ലേ? സീതന്തി മമഗാത്രാണി എന്ന് പറഞ്ഞാൽ എന്ത് മോഹം? മോഹം എന്ന് വെച്ചാൽ അജ്ഞാനമാണേ, അല്ലേ? ആ ഉദ്ദേശത്തിലല്ലേ പറഞ്ഞത്? മോഹം അജ്ഞാനമാണ്. അജ്ഞാനം വന്നിട്ട് ഒന്നും പഠിക്കാത്ത ഒരാൾ തളർന്നു പോകുമോ? വിവരമൊന്നുമില്ല, അയാൾ വെറുതെ ഇങ്ങനെ തളരുക, വിവരമില്ലാത്ത ഒരാൾ. അങ്ങനെ ഉണ്ടാവുമോ? അല്ല, അങ്ങനെ ഉണ്ടാവുമോ? അപ്പോൾ സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി. വിവരമൊന്നും ഇല്ലാതിരിക്കുന്ന 1ാം ക്ലാസ് തോറ്റച്ച് ഇങ്ങോട്ട് വന്നിട്ട് 1ാം ക്ലാസ് 10 പ്രാവശ്യം തോറ്റു, ഇനിയിപ്പോൾ 2ാം ക്ലാസ്സിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പോകാതെ വന്നിരിക്കുന്ന ഒരാൾ തളർന്നു പോവുക, മുഖത്തിട്ട് തീ വെച്ച് കുത്തിയതുപോലെ തോന്നുക, അങ്ങനെ ഉണ്ടാവും. പ്രമദീ വചമേ മനസ്സ് കിടന്ന് കറങ്ങുന്നത് പോലെ തോന്നുക, അങ്ങനെ ഉണ്ടാവുമോ? എന്നുവെച്ചാൽ ശക്നോമ്യവസ്ഥാതും, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്, തേരിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. കൃഷ്ണനോട് പറയുകയാണ്, എനിക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. നച ശക്നോമ്യവസ്ഥാതും പ്രമദീവചമേ വിപരീതാനി നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ഇടയ്ക്കുന്ന പ്രധാനപ്പെട്ട വരികൾ മാത്രമേ ചൊല്ലുന്നുള്ളൂ. അതെങ്ങനെ വരുന്നു? ഇതൊക്കെ പേടിച്ചവൻ്റെ ലക്ഷണങ്ങളാണ് ഇത് മുഴുവനും.
അജ്ഞാനവും ഉണ്ടായിരുന്നു. അല്ല, ഇതിവിടെ എന്താ കർത്തവ്യം എന്ന് അറിയാതെ വരുന്ന ഒരു അവസ്ഥയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഇതൊക്കെ. ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കർത്തവ്യം അവിടെ ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് സമ്മതിച്ചു. ഈ പറഞ്ഞതിന് എന്ത് മറുപടി പറയും? അപ്പൊ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില ശരീരത്തിന്റെ അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണോ? അജ്ഞാനത്തിന്റെ ലക്ഷണമാണോ? അല്ല, അജ്ഞാനത്തിന്റെ അല്ല. അതാണ് പേടി എന്ന് പറഞ്ഞത്. അജ്ഞാനത്തിൻ്റെ ലക്ഷണം അതല്ലാത്തത് കൊണ്ടാണ് അതിനെ ഭയം, ഭീതി എന്ന് പറഞ്ഞത്. കൃഷ്ണൻ പിന്നെ എന്താ പറഞ്ഞത്? നിനക്ക് അജ്ഞാനം കൊണ്ട് തോന്നിയതാണെന്നല്ല ആദ്യം പറഞ്ഞത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നാണ് പറഞ്ഞത്. നിന്റെ അജ്ഞാനം കൊണ്ട് തോന്നിയതാണെന്ന് പിന്നീടല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നീ തളർന്നു പോകുന്നതും ഗാണ്ഡീവം നിൻ്റെ കയ്യിൽ നിന്ന് വീഴാൻ പോകുന്നു. പിടിച്ചിട്ട് മുറുകുന്നില്ലേ? പിടിച്ചുകൊട്ടാണത്. അത് നല്ല അടി കിട്ടി ഓടുമ്പോൾ ഉണ്ടാകുന്ന ഭീതിയാണത്. ശക്തന്മാരായ ആളുകൾ നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭീതി നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അത് അങ്ങനത്തെ അനുഭവം ഉണ്ടാകാത്തത് കൊണ്ടാണ്. അതൊരു സമരമൊക്കെ ചെയ്ത് പോലീസിൻ്റെ തല്ലുകൊള്ളുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വരും ആ ഭീതി. അത് ശരിയായ ഭീതി തന്നെയാണ്. വലിയ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുപോയ ആളുകൾ പിന്നെ കിടന്ന് അയ്യോ എന്നാണ് കരയുന്നത്. അപ്പോഴും ധീരമായിട്ട് ആ മുദ്രാവാക്യം തന്നെ വിളിക്കണ്ടേ? അടികൊണ്ട് ചാകുമ്പോഴും ഗാന്ധിജി അങ്ങനെ ചെയ്തു. ഇത് ഈ അന്യായമായ നിയമം ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോഴും ഇയാൾ കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണെന്നേ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇവരെ ഒരു തോട്ടത്തിൽ നിന്ന് മറ്റൊരു തോട്ടത്തിലേക്ക് ജോലി മാറി പോകണമെങ്കിൽ അതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം എന്ന നിയമത്തെയാണ് ഈ കത്തിക്കാൻ പോകുന്നത്. ആ നിയമം അനീതിയായതുകൊണ്ട് പരസ്യമായിട്ട് കത്തിക്കാൻ പോവുകയാണ്. പോലീസുകാർ വന്ന് നിൽക്കുകയാണ് വടിയുമായിട്ട്, ലാത്തിയുമായിട്ട്. കത്തിച്ചാടിക്കും. എന്താണ്? ഇത് രാജാവിനെ നിഷേധിക്കുകയാണ്. ബ്രിട്ടീഷ് ചക്രവർത്തിയെ, ലോകം മുഴുവൻ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയെ അവമാനിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു വേണ്ട, അത് വേണ്ട, അത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞു. ടോൾസ്റ്റോയ് ഫാമുണ്ട്. ടോൾസ്റ്റോയ് ഫാമിൽ ആളുകളില്ല അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നതാണ്. ടോൾസ്റ്റോയ് വലിയ ബഹുമാനമായിരുന്നു. എന്താ ടോൾസ്റ്റോയ് ബഹുമാനം ഉണ്ടാകാൻ കാരണം? ടോൾസ്റ്റോയി യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിന് എത്ര സ്വത്തുണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. യാദൃച്ഛികമായി അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് കാണാനൊന്ന് പോയി. അപ്പോൾ ഇങ്ങനെ അവരറിഞ്ഞു, എസ്റ്റേറ്റിൽ തൊഴിലാളികളും അവിടെ താമസിക്കുന്നവരും അവിടെ പണിയെടുക്കുന്നവരൊക്കെ അറിഞ്ഞു, ഇങ്ങനെ നമ്മുടെ യജമാനൻ വരുന്നു. ഈ വലിയ സാഹിത്യകാരന്മാരൊക്കെ ഒന്നുകിൽ ഇടത്തരം കുടുംബങ്ങളിൽ നിന്നാണ് വരിക, അല്ലെങ്കിൽ പരമദരിദ്രമായ കുടുംബങ്ങളിൽ നിന്നാണ് വരിക. നല്ലപോലെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നാണ് പല വലിയ സാഹിത്യകാരന്മാരും വന്നിട്ടുള്ളത്. പിന്നെ ഇടത്തരം കുടുംബങ്ങളിൽ നിന്നാണ്, കഷ്ടിച്ച് ജീവിക്കാം എന്നുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വലിയ ധനികൻ്റെ വീട്ടിൽ നിന്ന് വന്ന സാഹിത്യകാരനാണ് ടോൾസ്റ്റോയി. പിന്നെ ഗ്രാമത്തിൽ ജീവിച്ചിട്ടുള്ള ആളുമല്ല. മോസ്കോ നഗരത്തിലാണ് ജനിച്ചു വീണത് അദ്ദേഹം. ആദ്യമായി അദ്ദേഹം തൻ്റെ മധ്യവയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ എസ്റ്റേറ്റ് സന്ദർശിക്കാൻ പോവുകയാണ്. നോക്കിയാൽ നോക്കത്താതെ കിടക്കുന്ന ഏക്കർ കണക്കിന് കിടക്കുന്ന എസ്റ്റേറ്റിലേക്ക് വരികയാണ്. അപ്പോൾ വിവരം അറിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഓരോരുത്തർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, ആപ്പിൾ കൊണ്ടുവന്ന് ചൊരിഞ്ഞു കൂട്ടുന്നു. അതുപോലെ അവർ ഉണ്ടാക്കിയ വിഭവങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു, അവരുടെ കാർഷിക വിഭവം. എല്ലാവരും ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ കുമ്പിടുന്നു, അവരുടെ കണ്ണ് നിറയുന്നു. ഇത് ജീവിതത്തിൽ അതുവരെ അനുഭവിക്കാത്ത ഒരു മഹത്തായ ആർദ്രമായ അനുഭൂതിയുടെ വേലിയേറ്റത്തിൽ താൻ മുങ്ങി ഏതോ ഒരു ദിവ്യതയുടെ മായാലോകത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ, ഉഡ്ഡയനം ചെയ്തു പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെയും കണ്ണ് നിറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഇവിടുത്തെ വിവരങ്ങളെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടത്ര കൂലി കിട്ടുന്നില്ല, അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ എസ്റ്റേറ്റുകളെല്ലാം ഇവിടുത്തെ തൊഴിലാളികളുടെ പേരിൽ എഴുതി കൊടുത്തേക്കുന്നു. അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യയും മക്കളും കൂടി എന്ത് ചെയ്തു? ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് മുറിക്കകത്ത് പിടിച്ചിട്ട് കൂട്ടി. ഇങ്ങനെ തൻ്റെ സ്വത്തുക്കളെല്ലാം തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തവനാണ്. അതുകൊണ്ട് ലെനിന് ടോൾസ്റ്റോയിയെ വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ കമ്മ്യൂണിസം അദ്ദേഹം നേരത്തെ നടപ്പാക്കി. ഇവരുടെ കമ്മ്യൂണിസം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസം നടപ്പാക്കി വെച്ച് വെറുതെ ഇരുന്ന ആളാണ് ടോൾസ്റ്റോയി. അതുകൊണ്ട് ടോൾസ്റ്റോയിക്കെതിരായിട്ട് ശബ്ദിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാരോട്. അവർ നോക്കുമ്പോൾ ബൂർഷ്വയായ ഒരു സാഹിത്യകാരൻ അല്ല, അദ്ദേഹത്തിന് ടോൾസ്റ്റോയ്ക്കെതിരായിട്ടൊന്നും പറയരുത്
എന്ന് നിഷ്കർഷിച്ചിരുന്നു. ഒരക്ഷരം ടോൾസ്റ്റോയ്ക്കെതിരായിട്ട് ലെനിൻ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ടോൾസ്റ്റോയുടെ പേരിൽ അദ്ദേഹം അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ മൃഗങ്ങളെ വളർത്തലും ഒക്കെ നടത്തിയിട്ട് അതിന് ടോൾസ്റ്റോയ് ഫാം എന്ന് പ്രത്യേക തരത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള, ഇന്ത്യക്കാരായ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു, ഒരു ആശ്രമത്തിൻ്റെ തുടക്കമായിരുന്നു അത്. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞു അങ്ങ് ഇങ്ങനെ പോകരുത്, അടിയുണ്ടാവും എന്ന് പറഞ്ഞു. തീരുമാനിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് പോകും. അടിയുണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. ഇത് കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പോലീസ് ചുറ്റിനും ഇത് പോക്കറ്റിൽ നിന്ന് പുറത്തേക്കെടുത്തപ്പോഴേ പോലീസ് ഒന്ന് വളഞ്ഞു, എടുത്ത് പുറത്തേക്കെടുത്ത് ഇവിടെ വെച്ചപ്പോഴേ അടി കയ്യിലാണ്, മുതുകത്തും ഒക്കെ അടിയാണ്, കയ്യിലും അടിയാണ്. അവിടെ കിടന്ന് മറിഞ്ഞു വീണ് കിടന്നത് കത്തിച്ചേ. ആ ദൃഢനിശ്ചയം. അപ്പോൾ പറഞ്ഞു വന്നത് ത്യാഗത്തിൻ്റെ മാഹാത്മ്യമാണ്. ഇതെല്ലാം ത്യജിച്ചു കളഞ്ഞു. ഇങ്ങനത്തെ ത്യാഗിയായ ആൾ രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്നാണ്. എന്തിനാണ്? എങ്കിലേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ അല്ലാതെയും സാധിക്കാം, പക്ഷെ അതൊരു പരിധിവരെയേ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായി ജനങ്ങൾക്ക് ജീവിതം സമർപ്പിച്ചിരിക്കണം. അപ്പോൾ പൂർണ്ണമായ സമർപ്പിത ജീവിതമുള്ള ആളാണ് സന്യാസി. അയാൾക്ക് ഋഷിയും കൂടി ആയിരുന്നാൽ നല്ലത് എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്, ന്യസ്തമായ ജീവിതത്തോടു കൂടിയവൻ എന്നാണ്. ആർക്ക് ന്യസ്തം? മറ്റുള്ളവർക്ക് വേണ്ടി നശിച്ചിട്ടുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ട ജീവിതമുള്ളവൻ. അങ്ങനെയാണ് സന്യാസിയാകുന്നത്. അയാൾ ഋഷിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. കവികൾ സന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കവി എന്ന് വെച്ചാൽ ക്രാന്തദർശി, ശാസ്ത്രജ്ഞൻ. സന്യാസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? കാമ്യകർമ്മങ്ങളെ നസിക്കുകയാണ്. എന്താണ് കാമ്യകർമ്മം? എനിക്ക് ലാഭം കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രാമൻ ചെയ്യുന്നത് നിഷ്കാമകർമ്മമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ ഉപേക്ഷിച്ച് കളഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കാമ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന, നിഷ്കാമകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവരാണ് സമൂഹത്തിന് മാതൃക. അവരുടേതാണ് ഉത്തമ ജീവിതം. അതാണ് ധർമ്മം. ധർമ്മം എന്താണെന്നല്ലേ ചോദിച്ചത്? അതാണ് ധർമ്മത്തിൻ്റെ സാർവലൗകികമായ മാനദണ്ഡം, സാർവജനീനമായ മാനദണ്ഡം, സാർവകാലികമായ മാനദണ്ഡം. അതുകൊണ്ടാണ് അത് സാർവകാലികമാണ്, സാർവജനീനമാണ്, സാർവലൗകികമാണ്. അതുകൊണ്ടാണ് അതിന് സനാതനം എന്ന് പേരിട്ടത്. അത് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. ഏത് തരത്തിലുള്ള ഭരണക്രമങ്ങൾ മാറി വന്നാലും, ഏത് തരത്തിലുള്ള പരിഷ്കാരങ്ങളുണ്ടായാലും, ഏത് തരത്തിൽ സംസ്കൃതി നശിച്ചു പോയാലും ഇത് അത്യന്താപേക്ഷിതമായി, അനിവാര്യമായി, അവശ്യമായി അനുഷ്ഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അതിന് സനാതനധർമ്മം എന്ന് പേരിട്ടു. ത്യാഗത്തിന് എന്നും മനുഷ്യജീവിതത്തിൽ സ്ഥാനമുണ്ട്, രാജ്യത്തിൽ സ്ഥാനമുണ്ട്, രാഷ്ട്രതന്ത്രത്തിൽ സ്ഥാനമുണ്ട്, പ്രായോഗിക രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമുണ്ട്, കുടുംബത്തിൽ സ്ഥാനമുണ്ട്, വ്യക്തിക്ക് സ്ഥാനമുണ്ട്, വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്.